നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു കീമയാണ്. അതായത് മിൻസ്ഡ് ബീഫും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കറിയാണ്. പാകിസ്ഥാനി സ്റ്റൈലിലുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ മിൻസ്ഡ് ബീഫ്, 350 ഗ്രാം ഉരുളക്കിഴങ്ങ്, സവാള 2 എണ്ണം, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില 1 പിടി, 50 ml വെജിറ്റബിൾ ഓയിൽ, അതായത് 4 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ബേ ലീഫ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴികെ മറ്റേത് ഓയിൽ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചൂടായിട്ട് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമാവേണ്ടുന്നവരെ വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിൻസ്ഡ് ബീഫ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 5-6 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ റെഡ് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറിലേക്ക് വരും. അതുവരെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളിട്ടിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നതുവരെ 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. 350 ml വെള്ളം നന്നായി മിക്സ് ചെയ്ത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പാത്രം അടച്ച് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കിയിട്ട ശേഷം ഉപ്പ് നോക്കാം.
1/4 ടീസ്പൂൺ ഉപ്പ്, പച്ചമുളക്, മല്ലിയില, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ആലു കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, കുബൂസ്, നാൻ എന്നിവയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ രുചികരമായ ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.